പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാലും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ വിവിധ ദൈവിക രഹസ്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനാത്മകമായി പഠിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ കർത്താവിൻ്റെ അതുല്യത എപ്രകാരമാണ്, അവൻ മാത്രമാണ് വഴി, അവനിൽ കൂടെ അല്ലാതെ രക്ഷ പ്രാപിക്കുവാൻ മറ്റൊരു വഴിയില്ല എന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്താണെന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയുണ്ടായി. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൂഴികളായ നമുക്ക് അടുത്ത് ചെല്ലുവാൻ അത്യുന്നതനായവൻ പൂഴിയായി മാറി. എന്നാൽ ഒന്നിൽ മാത്രമേ നമ്മിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നുള്ളൂ. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് എന്ന് പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകളെ വാഴ്ത്തുവാൻ വേണ്ടി വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ, അതായത് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം ആകുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു എന്ന് പറയുന്ന ഭാഗത്തെയാണ് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് പറയുന്നത്? പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ എന്നാണ്. അപ്പോൾ കർത്താവിന് നമ്മുടെ ഈ ജഡശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം മാത്രം ഇല്ല, അവനിൽ പാപം ഒട്ടുമില്ല എന്നാണ്. അവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് മനുഷ്യൻ തന്നെ കർത്താവിനെക്കുറിച്ച് സാക്ഷീകരിക്കുന്നുണ്ട്. പൂഴിയായവൻ അത്യുന്നതനായവനെക്കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം പീലാത്തോസ് മുഖാന്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും ദൈവിക രഹസ്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മർക്കോസിൻ്റെ മാളിക മുറിയിൽ നിന്ന് മനോവേദനയോടുകൂടി, വ്യഥയോടുകൂടി തൻ്റെ സുവിശേഷ വേലയുടെ ദൗത്യ പൂർത്തീകരണത്തിനായി വന്നിരിക്കുന്ന ഈ അവസരത്തിൽ തൻ്റെ ദൗത്യം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നുള്ളത് തൻ്റെ ശിഷ്യന്മാർക്ക് മാത്രം വെളിപ്പെടുത്തി കൊടുത്തിട്ട് താൻ ഇനി പോകുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ തന്നെയുണ്ട് എന്ന് അവരെ പ്രബോധിപ്പിച്ച് ആശ്വസിപ്പിക്കുന്ന ഈ ഭാഗം നമ്മളെയും ആശ്വസിപ്പിക്കട്ടെ. 14-ാം അധ്യായം 6-ാം വാക്യം വരെയാണ് നമ്മൾ പഠിച്ചത്. യേശു തോമസിനോട് പറയുകയാണ്, തോമസേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവും. ഐ ആം ദ ഓൺലി വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഇനിയിപ്പോൾ കർത്താവ് പതിയെ 2 ആളുകളെ കൂടെ കൂടുതൽ വിശദമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ പോവുകയാണ്. 1 പിതാവ്, 2 പരിശുദ്ധ റൂഹ. അങ്ങനെ ആകുമ്പോൾ 7-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിൻ്റെ അടുത്ത് നമുക്ക് എത്തിപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം അവിടെയാണ് എന്തുള്ളത്? വാസസ്ഥലമുള്ളത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ വാസസ്ഥലം എന്താണെന്നുള്ള കാര്യമെല്ലാം
കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊരുക്കുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടേക്കാണ് ആരെ കൊണ്ടുപോകേണ്ടത്? പൂഴിയായിരിക്കുന്ന അൺഹോളി നേച്ചറുള്ള മനുഷ്യനെ കൊണ്ടുപോകേണ്ടത് പെർഫെക്റ്റ് ഹോളിനെസ്സിൽ സ്ഥിതി ചെയ്യുന്ന അത്യുന്നതനായ പിതാവിൻ്റെ വാസസ്ഥലത്തേക്കാണ്. കർത്താവ് മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന് കർത്താവ് തന്നെ സാക്ഷീകരിക്കുവാൻ കാരണം അവന് മനുഷ്യൻ്റെ ബലഹീനമായ അവസ്ഥയെ അറിയാവുന്നതുകൊണ്ടും അവൻ എത്ര അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ പരിമിതികൾക്കുള്ളിൽ നിന്ന് ശ്രമിച്ചാലോ അവന് പിതാവിൻ്റെ അടുക്കൽ സ്വയമായി എത്തുവാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യം നമുക്ക് വേണ്ടി ഈ ജഡശരീരം എടുത്ത കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ്. കാരണം കർത്താവ് പിതാവിൽ നിന്നുള്ളവനാണ്, പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. പാപമൊഴികെ പിതാവിനുള്ളതെല്ലാം കർത്താവിനുള്ളതുകൊണ്ട് പിതാവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കർത്താവിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മളെയും കൊണ്ട് കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ അവനിലൂടെ അല്ലാതെ അത് സാധ്യമാകാതെ വരുന്നതിൻ്റെ കാരണം നമ്മളുടെ ഈ ജഡശരീരത്തിൻ്റെ അൺഹോളി നേച്ചർ കൊണ്ടാണ്. അപ്പോൾ ആ അൺഹോളി നേച്ചറിനെ കർത്താവിൻ്റെ പരമ കാൽവറി യാഗത്താൽ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ എത്തിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ആരും എത്തുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിതാവ് ബൈ ഡീഫോൾട്ട് ഹോളി ആണ് എന്നുള്ളതാണ്. ഹോളി ഈസ് ദ ഹോളി ഫാദർ, ഹോളി ഈസ് ദ ഹോളി സൺ, ഹോളി ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഇവർ മൂന്നിലും ഹോളിനെസ്സിൻ്റെ പൂർണ്ണതയുണ്ട്. എന്നാൽ ആ ദൈവത്തിൻ്റെ ഹോളിനെസ്സിൻ്റെ സ്വരൂപം അത് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഹോളിനെസ് ഇല്ലാത്ത അല്ലെങ്കിൽ ബ്ലെമിഷ്ഡായ ഒരു നേച്ചറിലേക്ക് ചുരുങ്ങുവാൻ കർത്താവ് തയ്യാറായി നമ്മുടെ ജഡശരീരമെടുത്ത് അവനിൽ പിതാവിൻ്റെ എല്ലാ നേച്ചറും അതുപോലെ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ട് പൂഴികളും പാപികളുമാകുന്ന നമ്മളെ അവനിൽ ചേർത്തുകൊണ്ട് പിതാവിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ മുഖാന്തരമല്ലാതെ ആരും അവൻ്റെ അടുക്കൽ എത്താത്തതുകൊണ്ടാണ്. അവിടെ ഒരു വാസ്തലമുണ്ട്. ആ വാസ്തലം മുഴുവനും ഹോളിനെസ്സിലാണ്. അവിടെ നമുക്ക് പോവുകയും വേണം. പക്ഷേ എങ്ങനെയാണ്? അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ അടുത്തു നിന്ന് താഴേക്ക് വന്ന കർത്താവിൽ കൂടിയല്ലാതെ സാധ്യമല്ല. പിതാവാം ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം, അല്ലാതെ എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അത്രയും തന്നെ ഹോളിനെസ് വേണം. പക്ഷേ അത് മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? സാധിക്കത്തില്ല. അതായത് 2 പോസിബിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. 2 പോസിബിലിറ്റീസ്. ഒന്ന് എന്ന് പറയുന്നത്, ഒന്നുകിൽ നാം പിതാവിനെ പോലെ തന്നെ ഹോളിയായിരിക്കണം. മനുഷ്യരും പാപികളും ദോഷികളുമാകുന്ന നാം പിതാവിനോടൊപ്പം പിതാവിനെ പോലെ ഹോളിയായിരിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, അതായത് പിതാവ് എപ്രകാരം വിശുദ്ധനായിരിക്കുന്നുവോ അപ്രകാരം തന്നെ വിശുദ്ധനായിരുന്നാൽ നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് പിതാവിൻ്റെ അടുക്കൽ പോകാം. അല്ലെങ്കിൽ പിതാവിൻ്റെ വിശുദ്ധിയുള്ള ഒരുവൻ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകണം, അല്ലാതെ അത് സാധ്യമല്ല. പിതാവിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് ജനിച്ചവന് മാത്രമേ, അവനായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ അതിന് സാധ്യമാകത്തുള്ളൂ. അങ്ങനെയുള്ളവന് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് പറ്റാത്ത ഒരു കാര്യം കർത്താവിൽ കൂടി കർത്താവ് നമുക്ക് വേണ്ടി അത് സാധ്യമാക്കി തരികയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ മൗണ്ടൻ ജമ്പിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് പ്രത്യേകം അഭ്യസിച്ചവർക്ക് മാത്രമേ അത് ചെയ്യുവാൻ സാധ്യമാകത്തുള്ളൂ. ഒരാൾക്ക് അങ്ങനെ ചാടുവാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക, പക്ഷേ അറിയില്ല ചാടുവാൻ. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് എക്സ്പെർട്ടൈസായിട്ടുള്ള ആൾ ധരിക്കുന്ന പ്രത്യേക ഗാർമെൻറ്റിന് ഉള്ളിൽ കയറിയിരുന്നാൽ അയാൾ നമ്മളെ വഹിച്ചുകൊണ്ട് പോയിക്കോളും എന്ന് പറയുന്നത് പോലെ പിതാവാം ദൈവത്തിൻ്റെ ഹോളിനെസ്സിലേക്ക് നമുക്ക് സമീപിക്കുവാൻ
കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. കാരണം അവൻ പാപമൊഴികെ നമ്മോട് ചേർന്ന് നിന്നവനാണ്, പിതാവിനോടും ചേർന്ന് നിന്നവനാണ്. അപ്പോൾ ഇവിടെ പിതാക്കന്മാരുടെ ഒരു ടീച്ചിങ്ങൂടെ നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ സിറിൽ ഓഫ് അലക്സാണ്ട്രിയയാണ് ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതും പ്രതിപാദിച്ചിട്ടുള്ളതും. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: None would ever be united to God the Father save through the mediation of Christ. ഒരാൾക്കും കർത്താവിൻ്റെ മാധ്യസ്ഥമില്ലാതെ പിതാവിൻ്റെ അടുക്കൽ എത്തുവാനോ അവനുമായിട്ട് ഒന്നിക്കുവാനോ സാധ്യമല്ല. For he is the mediator between God and men. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. പലപ്പോഴും പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. വിശുദ്ധന്മാരുമായുള്ള മധ്യസ്ഥതയും കർത്താവിൻ്റെ ഈ ഏക മധ്യസ്ഥതയുമായിട്ട് ഒരു ബന്ധവുമില്ല. വിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്ന് പറയുന്നത് ഇൻറ്റർസെസറി പ്രേയേഴ്സാണ്. കർത്താവ് നടത്തുന്ന മധ്യസ്ഥത അതല്ല. മലയാള വാക്കിന് പരിമിതിയുള്ളതുകൊണ്ട് മധ്യസ്ഥത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കർത്താവ് നടത്തുന്നത് റിക്കൺസിലിയേഷനാണ്, അനുരഞ്ജനമാണ്. പിതാവും മനുഷ്യനുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയാണ്, മനുഷ്യനെ പിതാവിലേക്ക് എത്തിക്കുകയാണ്, പിതാവിൻ്റെ സ്നേഹം മനുഷ്യനിലേക്ക് കൊടുക്കുകയുമാണ്. അത് കർത്താവിൽ കൂടിയേ അത് വെളിവാകത്തുള്ളൂ. താഴോട്ടുള്ള ഭാഗത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറയാണ്, ഫോർ സിൻസ് ഹീ ഈസ് ബോൺ ഓഫ് ദ എസൻസ് ഓഫ് ഗോഡ് ദ ഫാദർ, അതായത് പിതാവിൻ്റെ അതേ എസൻസിൽ, ഹോളിനെസ്സിൽ ആണ് കർത്താവ് ജനിച്ചിരിക്കുന്നുണ്ട്. പിതാവിൽ നിന്ന് ജനിച്ചവൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മറ്റൊരു മർമ്മമാണ്, കർത്താവിന് രണ്ട് ജനനമാണുള്ളത്. ജഡീകമായൊരു ജനനമുണ്ട്, പിതാവിൽ നിന്ന് ഒരു ജനനമുണ്ട്. ഫോർ സിൻസ് ഹീ ഈസ് ബോൺ ഓഫ് ദ എസൻസ് ഓഫ് ദ ഫാദർ ഇൻ ദാറ്റ് ഹീ ഈസ് ദ വേർഡ്, അതിൽ തന്നെ അവൻ വചനമാകയാൽ ദ എഫുൾജൻസ് എന്ന് പറഞ്ഞാൽ ദ റേഡിയൻ്റ് ബ്രൈറ്റ്നസ് എന്നൊക്കെയാണ്, പ്രകാശമാണ്, പ്രകാശരശ്മികൾ. ദി എഫുൾജൻസ് ആൻഡ് ദ വെരി ഇമേജ്, അതായത് പിതാവിൻ്റെ അതേ സ്വരൂപമാണ് ആര്? കർത്താവ്. ഹീ ഈസ് വൺ വിത്ത് ദ ഫാദർ, പിതാവുമായിട്ട് ഒന്നായിരിക്കുന്നു. ബീങ് ഹോളി ഇൻ ദ ഫാദർ, ഹോളി WHOLLY, ബീങ് ഹോളി ഇൻ ദ ഫാദർ, ഫുള്ളി ഇൻ ദ ഫാദർ. അതിൻ്റെ കൂടെ നമുക്ക് HOLYയും കൂടെ ചേർക്കാം, ബി ഹോളി വിത്ത് ദ ഫാദർ, പിതാവിൻ്റെ വിശുദ്ധിയോടുകൂടി വിശുദ്ധമായി തന്നെ ചേർന്ന് നിൽക്കുന്ന പുത്രൻ. ആൻഡ് ഹാവിങ് ദ ഫാദർ ഇൻ ഹിംസെൽഫ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഹാവിങ് ദ ഫാദർ ഇൻ ഹിംസെൽഫ്. അതുകൊണ്ടാണ് പീലിപ്പോസിനോട് കർത്താവ് പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹാവിങ് ദ ഫാദർ ഇൻ ഹിംസെൽഫ്, while in that he has become a man like unto us, he is united to all on the earth in everything except in our sins. അതായത് കർത്താവ് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിലെ പൂഴികളായ നമ്മളുമായിട്ടും അവൻ ഒന്നായി, മനുഷ്യനുമായിട്ടും അവൻ ഒന്നായി. ഇവിടെയാണ് കർത്താവിൻ്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിതാവുമായിട്ട് ഒന്നായിരിക്കുന്നവൻ നമ്മളെ പിതാവിൻ്റെ വാസ്തലത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മളിൽ ഒന്നായി, നമ്മളിലും അവൻ യൂണിയനായി. എക്സെപ്റ്റ് ഫോർ സിൻ, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി അവൻ തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യൻ വീണ് കഴിഞ്ഞപ്പോൾ ആ വീണ ശരീരത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി ദൈവമായിരിക്കുന്നവൻ തൻ്റെ ദൈവസ്വരൂപം വിട്ട് താഴേക്കിറങ്ങി ആ വീണ ശരീരം തന്നെ എടുത്തു. എന്നാൽ ആ വീണ ശരീരത്തിൽ പിതാവിൻ്റെ ഹോളിനെസ്സിൻ്റെ സർവ എസൻസും അവൻ കാത്തു സൂക്ഷിച്ചു. സോ ഹി ഹാസ് ബിക്കം എ സോർട്ട് ഓഫ് ബോർഡർ ഗ്രൗണ്ട് കണ്ടെയ്നിങ് ഇൻ ഹിംസെൽഫ് ഓൾ ദാറ്റ് കൺകേഴ്സ് ടു യൂണിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അതായത് പിതാവുമായിട്ടുള്ള ആ ഏകത്വവും മനുഷ്യരുമായിട്ടുള്ള സഹവാസവും എല്ലാം ഒത്തിണങ്ങി കർത്താവിലത് സമുന്നയമായിരിക്കുന്നു. അതാണ് ആ പറയുന്നതിൻ്റെ സാരാംശം. ഇനി 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളെന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. ആരോടാണ് പറയുന്നത്? ശിഷ്യന്മാരോടാണ് പറയുന്നത്. പിതാവിനെ കൂടുതൽ പരിചയപ്പെടുത്തുകയാണ്. പിതാവിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കർത്താവ് പറയുകയാണ്,
അവൻ പിതാവിൽ ഒന്നായിരിക്കുന്നതിനാൽ നിങ്ങൾ എന്നെ അറിഞ്ഞാൽ മതി, അപ്പോൾ പിതാവിനെ അറിയും. പിതാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ അറിയുക എന്ന് പറയുന്ന ആ സാരാംശത്തെ നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. അതായത് ക്രിസ്തുവിനെ അറിയുവാൻ വേണ്ടി കർത്താവ് ആവശ്യപ്പെടുകയാണ്. എന്നെ നിങ്ങൾ അറിയണം. അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? അറിയുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും പരിഗ്രഹണം നടത്തുന്നതിനെയാണ് അറിയുക എന്ന് പറയുന്നത്. യോസഫ് മറിയാമിനെ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ആ പൂർണ്ണതയിലേക്ക് അത് എത്തിയില്ല. അപ്പോൾ അറിയുക എന്നുള്ള വാക്കുകൊണ്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മുടെ ദേഹി കൊണ്ടും മനസ്സുകൊണ്ടും പൂർണ്ണമായി ക്രിസ്തുവിനെ അറിയുന്ന ഒരവസ്ഥയുണ്ട്. ശരീരം പോലും ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. കാരണം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിഞ്ഞുകൊള്ളുവീൻ 1 കൊരിന്ത്യർ 6 അധ്യായത്തിലുണ്ട്. അപ്പോൾ വിലയ്ക്ക് വാങ്ങിയത് ആരാണ്? കർത്താവാണ് വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ശരീരം കൊണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതായത് പൂർണ്ണമായും ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും അവനെ അറിയുക. ഇതിനെ പറയുന്നത് നോയിങ് ക്രൈസ്റ്റ് എന്നാണ്. നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ക്രിസ്തുവിനെ പറ്റി അറിയാം, നോയിങ് അബൌട്ട് ക്രൈസ്റ്റ്. ഇപ്പോൾ അക്കാഡമിക്കായിട്ട് നമുക്ക് കർത്താവിനെക്കുറിച്ച് പല കാര്യങ്ങളും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാം. വേദപുസ്തകം കാണാതെ മുഴുവനും പറയുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ബുദ്ധി കൊണ്ടുള്ള ഒരു അറിവാണത്. ആത്മാവിൽ വെളിപാടുകളുണ്ടാകാതെ നമ്മൾ എന്തറിഞ്ഞിട്ടും കാര്യമില്ല. ആത്മാവിൽ വെളിപാടുകൾ ലഭിക്കണമെങ്കിൽ യു ഷുഡ് നോ ക്രൈസ്റ്റ് എപ്പാർട്ട് ഫ്രം നോയിങ് അബൌട്ട് ക്രൈസ്റ്റ്. നോയിങ് അബൌട്ട് ക്രൈസ്റ്റ് നല്ലതാണ്. നമ്മൾ അക്കാഡമിക്കായിട്ട് വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നു, ദൈവത്തെ പറ്റി പഠിക്കുന്നു, ക്രിസ്തുവിനെ പറ്റി പഠിക്കുന്നു. അങ്ങനെ നമുക്ക് വിവിധ അക്കാഡമിക് ലെവൽസ് ഉണ്ടാകുന്നു, പഠിപ്പിക്കാനൊക്കെ യോഗ്യരാകുന്നു. ഇപ്പോൾ സെമിനാരികളിലും അതുപോലെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമൊക്കെ പഠിപ്പിക്കുന്നവർക്ക് അക്കാഡമിക്കലായിട്ട് വളരെയധികം നോളജുണ്ട്. അത് ക്രിസ്തുവിനെ പറ്റിയുള്ള പഠനങ്ങളാണ്. അത് ആവശ്യമാണ്, നല്ലതാണ്. പക്ഷേ ഈ പറ്റിയുള്ള പഠനങ്ങൾ ക്രിസ്തുവിനെ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ അറിവ് ചീർപ്പിക്കും. സ്നേഹം ആത്മീയവർദ്ധന വരുത്താതെ അറിവ് സ്വയമായിട്ട് ചീർപ്പിക്കും. അങ്ങനെ ആത്മീകമായ അറിവ് നമുക്കുണ്ടെന്നുള്ള ഒരു അഹംഭാവം നമ്മളെ ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മുടെ അറിവിനെ ചീർപ്പിച്ച് നമ്മളുടെ പ്രകാശത്തെ കെടുത്തിക്കളയുന്ന പല വിജ്ഞാനികളും ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്. കാര്യം ക്രിസ്തുവിനെ പറ്റിയൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ സൗമ്യ ഭാവങ്ങളില്ല, സ്നേഹബന്ധങ്ങളില്ല, സ്നേഹപ്രകടനങ്ങളില്ല, സൗമ്യത, സാവധാനത ഒന്നുമില്ല. പക്ഷേ അറിവുണ്ട്, അറിവ്. അപ്പോൾ നോയിങ് ക്രൈസ്റ്റ് എന്നുള്ള തലത്തിലേക്ക് എത്തുമ്പോൾ പിതാവ് എങ്ങനെയാണോ അങ്ങനെയാണ് താനെന്ന് ക്രിസ്തു വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ പിതാവിനെ നമ്മൾ പരോക്ഷമായിട്ട് അറിയുന്നു. അതുകൊണ്ടാണ് കർത്താവ് ശമരിയാസ്ത്രീയോട് പറയുന്നത്, നിങ്ങൾ ആരാധിക്കുമ്പോൾ അറിഞ്ഞ് ആരാധിക്കണം. കർത്താവ് പറയുന്നത് ഞങ്ങൾ അറിയുന്നതിനെയാണ് ആരാധിക്കുന്നത്. കർത്താവിനെ അറിഞ്ഞ് ആരാധിക്കണം. കർത്താവിനെ പറ്റി അറിഞ്ഞിട്ട് കാര്യമില്ല, കർത്താവിനെ അറിഞ്ഞ് ആരാധിക്കണം. അങ്ങനെയാകുമ്പോൾ ആ ആരാധനയ്ക്കൊരു സെൻസേഷൻ ഉണ്ടാവും. സെൻസേഷൻ. തോമാസ് ലീഹായോടാണ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. തോമാസ് ലീഹയെ കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണ് കർത്താവിനെ സെൻസ് ചെയ്യാനുള്ള അവകാശം, അവൻ്റെ മുറിവുകളെ തൊട്ട് സെൻസ് ചെയ്യാനുള്ള അവകാശം. അപ്പോൾ നിങ്ങളെന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാതെ പിതാവിനെ അറിയുവാൻ സാധ്യമല്ല. സിറിൽ ഓഫ് അലക്സാണ്ട്രിയ വീണ്ടും പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ദ നോളജ് ഓഫ് ദ ഫാദർ ഈസ് ദസ് നെസസറിലി കൺകറൻറ്റ് വിത്ത് ദ ബിലീഫ് ഇൻ ദ സൺ ആൻഡ് ദ നോളജ് ഓഫ് ദ സൺ വിത്ത് ദ ബിലീഫ് ഇൻ ദ ഫാദർ. These are all done by Holy Spirit. ഒന്നുകൂടെ വായിക്കാം. The knowledge of the Father
ഈസ് ദസ് നെസസറിലി കൺകറൻറ്റ് വിത്ത് ബിലീഫ് ഇൻ ദ സൺ. പിതാവിനെ പറ്റിയുള്ള അറിവ്, പിതാവിനെ അറിയുന്നത് പുത്രനുള്ള വിശ്വാസത്തിൽ കൂടിയാണ്. ഇറ്റ് ഈസ് കൺകറൻറ്റ് വിത്ത് ദ ബിലീഫ് ഇൻ ദ സൺ. ആൻഡ് ഇൻ ദി റിവേഴ്സ് വേ ഓൾസോ, ദ നോളജ് ഓഫ് ദ സൺ വിത്ത് ദ ബിലീഫ് ഇൻ ദ ഫാദർ. പിതാവിലുള്ള വിശ്വാസം പുത്രനെക്കുറിച്ചുള്ള അറിവിനെ നമുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ച് പൂർത്തീകരിക്കുന്ന ആരാണ്? പരിശുദ്ധ റൂഹയാണ്. അതുകൊണ്ട് നിങ്ങളെന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു, ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവരുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ പിതാവ് ആരാണ് എന്നുള്ള കാര്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് കർത്താവിനെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. 3.5 കൊല്ലം കൂടെ നടന്നപ്പോൾ ഞാൻ എന്തെല്ലാം കാര്യം ചെയ്തോ അതെല്ലാം പിതാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണെന്നാണ് കർത്താവ് വരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവർക്കങ്ങോട്ട്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അതങ്ങോട്ട് തലേ കയറുന്നില്ല. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, ഇപ്പോൾ നമുക്ക് വെളിവാകുന്ന അത്രയും വെളിച്ചം പോലും കർത്താവ് ഇത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വെളിവായിട്ടുണ്ടാവില്ല. എല്ലാ വെളിവാകലും അവർക്ക് ലഭിക്കുന്ന പെന്തിക്കോസ്തിക്ക് ശേഷമാണ്. പരിശുദ്ധ മാമോദീസായിൽ നമുക്ക് ജ്ഞാനസ്നാനത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് വെളിവായി വരുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ശിഷ്യന്മാരെക്കാളിൽ നമ്മൾ മെച്ചമുണ്ടായിട്ടല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനത്തിൽ കൂടി സ്വർഗത്തിലെ സകല ആത്മീക നൽവരങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുന്നതുകൊണ്ട് രഹസ്യങ്ങൾ നമുക്ക് വെളിവാകുവാൻ തക്കവണ്ണം പിതാവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിരിക്കുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അവരുടെ പ്രതിനിധിയായിട്ട് പീലിപ്പോസ് ചോദിക്കുവാണ്, കർത്താവെ, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കർത്താവ് അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പീലിപ്പോസ് പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. കർത്താവ് ഒന്നാതെ മനോവേദനയായിട്ടിരിക്കുകയാണ്. വളരെ തീക്ഷ്ണമായ ദൈവിക രഹസ്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ബാലിശമായ ചോദ്യം പോലെയാണ് കർത്താവിനിത് തോന്നിയത്. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്ക് അങ്ങോട്ട് എത്തുന്നില്ല. നമുക്കറിയാം, ഈ അധ്യാപകരൊക്കെ പഠിപ്പിക്കുമ്പോൾ മിടുക്കരായ അതായത് വളരെ പ്രഗത്ഭരായ അധ്യാപകരൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരോട് സംശയം ചോദിക്കുന്നത് വേറെ നിസ്സാരപ്പെട്ട സംശയം ചോദിക്കരുത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു അതിപ്രഗത്ഭനായ ഒരു അധ്യാപകൻ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ക്ലാസ് എടുക്കുവാൻ വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കാൻ അല്പം ഭയമൊക്കെയുണ്ട്. അതിപ്രഗത്ഭനാണ്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തോട് ഏതോ ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിച്ചു. അദ്ദേഹം വല്ലാതെ ഇറിറ്റേറ്റഡായി. കാരണം വളരെ ഹയർ ലെവലിലുള്ളൊരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര നിസ്സാരപ്പെട്ട കാര്യം പോലും അറിയാത്ത ഒരുത്തന് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവും എന്നുള്ള ബോധറേഷനിൽ ആ വിദ്യാർത്ഥിയെ ആ അധ്യാപകൻ ചെറുതായി ഒന്ന് ശാസിച്ചു. ഇതുപോലും അറിയാതെയാണോ ഇവിടെ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ പഠിക്കും? ഇതുപോലെയാണ് പീലിപ്പോസ് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവിനുണ്ടായൊരു വികാരം. ഒന്നാമതെ മനോവേദനയിലിരുന്നുകൊണ്ട് വ്യഥയുടെ കാര്യത്തെ അവൻ്റെ ഉള്ളിൽ താങ്ങിക്കൊണ്ടാണ് ദൈവിക രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പീലിപ്പോസ് ചോദിക്കുകയാണ്, കർത്താവെ, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ ഒരു ചെറിയ ശാസനയോടുകൂടി യേശു അവനോട് പറയാണ്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ?
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ എത്രയും നാൾ എൻ്റെ കൂടെ നടന്നു. കാരണം ഞാൻ ചെയ്ത പ്രവൃത്തി ആരുടെ പ്രവൃത്തിയായിരുന്നു? പിതാവിൻ്റെ പ്രവൃത്തിയായിരുന്നു. താഴോട്ട് പറയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെയാണ്? ശാസനയാണ്. എങ്ങനെയാണ്? കർത്താവിനതങ്ങോട്ട് വിഷമമായി. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും ഇവരുടെ ഉള്ളിലേക്ക് ഇതങ്ങോട്ട് ഗ്രഹിക്കുന്നില്ല. അതാണ് ഇതൊക്കെ ഗ്രഹിക്കുവാനൊരു പരിശുദ്ധാത്മാവ് കൃപ വേണം. എന്നിട്ടാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. ഈ ഭാഗം ഇനിയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അത്യുന്നതൻ എന്നുള്ള സെഷൻ പഠിച്ചപ്പോൾ പിതാവ് എന്നിലും അവൻ പിതാവിലും ആയിരിക്കുന്ന അവസ്ഥയിൽ പിതാവ് കർത്താവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്ന എല്ലാ വചനങ്ങളും ആരുടെ വചനങ്ങളാണ്? പിതാവിൻ്റെ വചനങ്ങളാണ്. കാരണം പിതാവ് ഉള്ളിലിരുന്നുകൊണ്ട് കർത്താവിൽ കൂടി അത് പ്രവർത്തിക്കുകയാണ്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഈ വചനം നമ്മൾ പഠിച്ചതാണ്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ കർത്താവ് പിതാവിലും പിതാവ് കർത്താവിലും ആയിരിക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ വൃത്തിയായിട്ട് ആദ്യമേ ഈ ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ് നേരത്തെ അത് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇനിയും നമുക്കിത് കൂടുതൽ വേഗം മനസ്സിലാവും. കർത്താവിൻ്റെ ഉള്ളിലിരിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തി കർത്താവിൽ കൂടി ചെയ്യുമ്പോൾ പിതാവിൻ്റെ പ്രവൃത്തിയാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാനം പിതാവിനാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. അപ്പോൾ ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. കർത്താവിനെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഓർമ്മിക്കുവാൻ വേണ്ടി വീണ്ടും പറയുകയാണ്. നമ്മൾ കർത്താവിനെയാണ് ഉള്ളിൽ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മളെ കാണുന്നവൻ ആരെ കാണണം? കർത്താവിനെ കാണണം. ഈ ഒരു ക്രമീകരണമാണ് ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കർത്താവിൻ്റെ ഉള്ളിൽ പിതാവ് വസിച്ചുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തി കർത്താവിൽ കൂടി പൂർത്തീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാൽവറിയിലെ യാഗം ആരുടെ പ്രവൃത്തിയാണ്? പിതാവിൻ്റെ പ്രവൃത്തിയാണ്. പിതാവാണ് ആ സ്നേഹം. അത് പുത്രനിൽ കൂടി കാണിച്ചു തന്നു. പഴയ നിയമത്തിൽ ഭാഗമായും വിവിധമായും മാത്രം വെളിപ്പെട്ടിരുന്ന ദൈവിക സത്യങ്ങൾ മുഴുവനായി കർത്താവിൽ കൂടി പിതാവ് കാണിച്ചു തരികയാണ്. യേശുക്രിസ്തു പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതുവരെ അവർക്ക് എലോഹിം എന്നുള്ള ദൈവവും യഹോവയായ ദൈവവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഭാഗമായിട്ടും വിവിധമായിട്ടും മാത്രമേ അവർക്ക് വെളിപ്പെട്ടിട്ടുള്ളൂ. അവർക്ക് വെളിപ്പെട്ടിട്ടുള്ള രീതിയിൽ അവർ ദൈവത്തെ വ്യാഖ്യാനിച്ചു. കർത്താവ് വന്നിട്ട് ഇതെല്ലാം ഒന്ന് റിന്യൂ ചെയ്തു. അവൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ്. അതിനെ അനുഷ്ഠിച്ച് അതിനെ റിന്യൂ ചെയ്ത് പുതിയ ന്യായപ്രമാണമായിട്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്. ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയും പുള്ളിയും നീങ്ങിപ്പോവുകയില്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴെ, സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ച് അവൻ അത് പൂർത്തീകരിച്ച് നമുക്ക് ന്യായപ്രമാണത്തെ യഥാർത്ഥമായ അതെന്താണെന്ന് കാണിച്ചു തന്നു. ഇനിയും പിതാവാം ദൈവമാണ്. ഇനി യഹോവയാം ദൈവമല്ല, ഏലോഹിമൊന്നുമല്ല, ഇനിയും പിതാവ്. അതുകൊണ്ടാണ് നമ്മൾ ആരാധന തുടങ്ങുമ്പോൾ പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്നത്.